ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ പ്രിപ്പറേഷനുമായിട്ടാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് നടത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ചോറ് വെക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചോറും കുറച്ച് കറികളൊക്കെയാണ്. അപ്പോൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാനിപ്പോൾ റൈസ് കുക്കറിലേക്ക് വെക്കും. ഇത് ഞാനൊരു ചെറിയൊരു മോര് കറി തേങ്ങയൊന്നും അരയ്ക്കാത്ത ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തൈര് പാക്കറ്റ്, നല്ല തൈരാണ്, നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തൈരാണ്. ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിക്കും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന എൻ്റെ കടായി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് ഉള്ളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായി വഴറ്റുകയാണ്. ഇനി വഴറ്റി കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ തീ ഓഫാക്കും കേട്ടോ. കാരണം നമ്മൾ തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള ആ ഒരു മിശ്രിതം ഒഴിക്കുകയാണല്ലോ. അപ്പോൾ ചൂട് പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ നല്ലൊരു ഭംഗിയുള്ളൊരു മോരുകറി നമുക്ക് കിട്ടില്ല. തേങ്ങയൊന്നും അരയ്ക്കാത്ത വെറും ഒരു പ്ലെയിൻ തൈര് അടിച്ചൊഴിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തൈര് ജാറിൽ ഞാൻ നല്ലതുപോലെ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചെറിയ ചൂടുണ്ട് കടായിക്ക്, പക്ഷേ എന്നാൽ അത്ര വലിയ ചൂടുമില്ല. ഒത്തിരി ചൂടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിരിഞ്ഞ് വരും. പിന്നെ ഇത് കാണാനും ലുക്ക് ഉണ്ടാവില്ല. ഒരു വെള്ളം വേറെ, ചെറിയ ചെറിയ ഉണ്ടകൾ പോലത്തെ പാർട്ടിക്കിൾസ് വേറെ ആയിട്ട് മാറും. അപ്പോൾ അതൊരു ലുക്കില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ നോക്കുമ്പോൾ ഈ തൈരങ്ങൾ ഒഴിച്ചപ്പോഴേക്കും ഒട്ടും ചൂടില്ലാത്ത പോലെ, കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാക്കറ്റ് ആയതുകൊണ്ട് ഒട്ടും ചൂടില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാനൊരു ഇച്ചിരി നേരം, 2 സെക്കൻഡ് തീയൊന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നു. പിന്നെ മഞ്ഞളും മുളകും ഒക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല വൃത്തിയായിട്ടുണ്ട്. പിരിയോ അങ്ങനെയൊന്നുമില്ല. കാണാൻ നല്ല മോര് കാച്ചിയത്, കറിയെന്നല്ല മോര് കാച്ചിയതെന്ന് വേണം ഇതിന് പറയാൻ. ഇതെൻ്റെ സ്ഥിരം കറിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു തോരനും ഉണ്ടെങ്കിൽ ധാരാളമാണ്. അപ്പോൾ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് നേരം അങ്ങനെ ചെറിയ ചൂട് ഇരിക്കട്ടെ, അടച്ച് വെച്ചേക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. കോവയ്ക്ക അങ്ങനെ കിട്ടി. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് നല്ലൊരു മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കാനാണ് പ്ലാൻ. നല്ലപോലെ കഴുകി, ഇതിൻ്റെ പുറത്ത് ചെടികളൊക്കെ കാണും. വെറുതെ തിന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കോവയ്ക്കെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി അതിനകത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കടായിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ സ്ഥിരം കടായിയാണ് കേട്ടോ. ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഞാൻ മുൻപ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല നൈസായിട്ട് അരിയണമായിരുന്നു. നൈസായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നല്ലതുപോലെ മൊരിഞ്ഞ് നല്ലപോലെ വരും. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എന്നാലും പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി ഞാൻ വേഗം ഒന്ന് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് ടേസ്റ്റായിട്ട് വരും. ഇതാണ് തയ്യാറാക്കിയിരിക്കുന്ന ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചോറും കറിയും ഈ മോര് കാച്ചിയതും ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ എന്തെങ്കിലും വല്ല പപ്പടമോ മുട്ട പൊരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ആവശ്യക്കാരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. ചോറും മോര് കാച്ചിയതും മെഴുക്ക് പുരട്ടിയും കൂടെ ഒരു സാമ്പാറും, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ്, അതും കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.